ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാകുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ അല്ല, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാകുന്ന അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവർ വന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫസഖത്തൽ ഇബ്രിഖു, കയ്യിൽ നിന്ന് ആ പാത്രം താഴേക്ക് വീണു. ഫശഖ വജ്ഹഹു, അത് നിലത്ത് വീണിട്ട് അതിന്റെ ഒരു ചീള് ബഹുമാനപ്പെട്ടവരുടെ മുഖത്തേക്ക് വന്നു. മുഖം ഒന്ന് ചെറുതായിട്ട് പോറി, കീറലുണ്ടായി, മുറിവുണ്ടായി. ഫനളറ ഇലൈഹി നളറതൻ, ഒരു നോട്ടം മഹദി അവറുകളിലേക്ക്, ആ പെണ്ണിലേക്ക്, അടിമ പെണ്ണാണ്, അവളിലേക്ക് നോക്കി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അങ്ങനെ നോക്കിയപ്പോ അലിയാര് തങ്ങളോട് ഈ പെണ്ണ് ഉടനെ പറഞ്ഞു അത്രേ, ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു പറയുന്നുണ്ട്, വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചമർത്തുന്നത് യഥാർത്ഥ മുത്തഖിയുടെ അടയാളമാണ്. അവ ബഹുമാനപ്പെട്ടവർ ഈ ആയത്ത് ഓതിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖദ് കലംതു ഗൈളി, ഞാൻ എൻ്റെ ദേഷ്യം കടിച്ചമർത്തിയിരിക്കുന്നു. ഉടനെ ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, ആയത്തോത് യജമാനെ തോൽപ്പിക്കുകയാണ്. കാരണം യജമാനെ എങ്ങനെയെങ്കിലും ദേഷ്യം കെടുത്തണം, അടിമ സ്ത്രീയാണല്ലോ, എന്തും ചെയ്തു കളയും. ഉടനെ ആ പെണ്ണടുത്ത വീണ്ടും ആയത്തോതി, വൽ ആഫീന അനിന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവൻ മുത്തഖിയാണ്. മാപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റ് ചെയ്തവർ ഒരാൾ വന്നിട്ട് നമ്മളോട് വന്നിട്ട് മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ട് വരത്തില്ല, നീ അങ്ങനെ കാണിച്ചവനല്ലേ, ഇങ്ങനെ കാണിച്ചവനല്ലേ എന്ന് പറയാൻ പാടില്ല. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. പൊരുത്തം ചോദിച്ചാൽ പൊരുത്തം കൊടുക്കാത്ത കൗമ. അങ്ങനെ ആകാൻ പാടില്ല. പൊരുത്തം കൊടുക്കണം, മാപ്പ് ചെയ്തു കൊടുക്കണം. മനുഷ്യനല്ലേ, പൊരുത്തപ്പെട്ടു കൊടുക്കണം. ജനങ്ങൾക്ക് അഫ്വ ചെയ്തു കൊടുക്കുന്നവൻ മുത്തഖിയുടെ അടയാളമാണ്. ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫഖദ് അഫൗതു അൻകി, നിനക്ക് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു. ഉടനെ ഈ പെണ്ണ് വീണ്ടും ഓതി ആയത്തിന്റെ അവസാനം, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അന്തി ഹുറത്തുൻ ഇദ്ഹബി അന്നി, നീ പരിപൂർണമായി സ്വതന്ത്രയാണ്, പൊയ്ക്കോ, എൻ്റെ അടുത്തുനിന്ന് പൊയ്ക്കോ. കാരണം അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ, ആ നന്മ ചെയ്യുന്നവനായിട്ട് ഞാൻ ഉൾപ്പെടാൻ ഞാനിത് ആഗ്രഹിക്കുന്നു. അന്തി ഹുറത്തുൻ ഫദ്ഹബി അന്നി, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് സ്വതന്ത്രയാക്കോയാ. ഇതൊക്കെയാണ് മഹാന്മാർ, അവരുടെ ജീവിതം എത്രയാണ്. അവരാണ് മുത്തഖി, അവർക്കാണ് മുത്തഖി. നമ്മളാണെങ്കിലോ വെള്ളമൊഴിക്കുമ്പോൾ അത് ശരീരത്തിലേക്ക് തെറിച്ചാൽ തന്നെ ബഹളമാണ്. ഇത് പാത്രം നിലത്ത് വീണു ഉടഞ്ഞു എന്ന് മാത്രമല്ല, അതിന്റെ ഒരു ചീളുകൊണ്ട് മുഖം കീറി രക്തം ഇങ്ങനെ വാർന്നു നിൽക്കുമ്പോഴും ബഹുമാനപ്പെട്ടവർ ഖുർആനിക വചനം കേട്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയിട്ട് ആ പെണ്ണിനെ വെറുതെ വിടുകയാണ്, അവളെ സ്വതന്ത്രയാക്കി വിടുകയാണ്. കാരണം ആഖിറത്തിലെ കൂലി പ്രതീക്ഷിച്ചിട്ട്. ഇതൊക്കെ ഇന്നത്തെ ഉമ്മത്തിന് മാതൃകയാണ്. നമ്മുടെ വീട്ടിൽ ഭക്ഷണം നമുക്ക് വിളമ്പിത്തരുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവൾ വിളമ്പുന്നതാകുന്ന ആ ചോറിനുള്ളിൽ ഒരു മുടി വന്നാൽ തന്നെ വീട്ടിൽ കശപിശയാണ്, പ്രശ്നമാണ്. ഒരൽപ്പം എരിവ് കൂടിപ്പോയാൽ, ഒരൽപ്പം ഉപ്പ് കുറഞ്ഞു പോയാൽ വീട്ടിൽ വലിയ ബഹളം വെക്കുകയും അവളെ തലാക്ക് ചെല്ലാനും വേണ്ടി സന്നദ്ധരാകുന്ന ചെറുപ്പക്കാരുള്ള കാലഘട്ടത്തിൽ ക്ഷമയുടെ പര്യായം നമ്മൾ തീർക്കണം. ദേഷ്യം കടിച്ചമർത്തണം. ദേഷ്യം ഒരാൾ നിൽക്കുന്ന സമയത്താണ് വന്നതെങ്കിൽ ഇരിക്കണം. ഇരുന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിൽ അവൻ ഒന്ന് വലതുവശം ചെരിഞ്ഞ് കടക്കട്ടെ. എന്നിട്ടും ദേഷ്യം വരുന്നില്ലെങ്കിൽ പോയി ഒളുവെടുക്കട്ടെ, സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടും ദേഷ്യം കുറഞ്ഞില്ലെങ്കിൽ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ടൊന്ന് കുളിക്കണേ എന്നും സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ച നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. ദേഷ്യം വന്ന ഉടനെ കസേര എടുത്ത് തലക്കിട്ട് രണ്ടടി അടിച്ചിട്ട് കഴിഞ്ഞ്. എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സ്വന്തം പെങ്ങള് മറ്റൊരുത്തനെ പ്രേമിച്ചതിന്റെ പേരിൽ അവൾ ചെയ്തത് തെറ്റാൽ, പക്ഷെ അവളുടേതാകുന്ന തല പിടിച്ചു കൊടുത്ത പ്രിയപ്പെട്ട മാതാവ്, അവളുടേതാകുന്ന കഴുത്ത് കത്തി കൊണ്ട് പരിപൂർണമായി മുറിച്ചെടുത്തിട്ട് ആ തല വേർപെടുത്തി മാറ്റിവെച്ചിട്ട് സെൽഫി എടുത്ത് ഫോട്ടോ എടുത്തിട്ടു, അല്ലേ? പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ? ഇന്ത്യ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. പെണ്ണ് ചെയ്ത് തെറ്റാൻ, മറ്റൊരുത്തനെ പ്രേമിച്ചു, അവന്റെ പുറകെ തന്നെ ഒളിച്ചോടാൻ വേണ്ടി തയ്യാറായി.
പക്ഷെ അതിന്റെ മേൽ ക്രൂരമാകുന്ന സമീപനം സ്വന്തം സഹോദരൻ തന്നെ സഹോദരിയെ നടത്തുകയാണ്. അതിന് ഉമ്മ കൂട്ടുനിൽക്കാണ്. 3 മാസം നടന്നതാകുന്ന പ്രണയത്തിന്റെ അവസാനം അവളെ വീട്ടിലേക്ക് ചർച്ച എന്ന വ്യാജേന വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ വന്നതാകുന്ന സ്വന്തം മകളെ കഴുത്തിങ്ങനെ പിടിച്ചു കൊടുക്കാൻ, സ്വന്തം മകനെ കൊണ്ട് കത്തിവെച്ച് കഴുത്ത് മുറിച്ചെടുപ്പിക്കാൻ. അവൻ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുത്ത് മാറ്റുകയാണ് കഴുത്ത്. എന്നിട്ട് ഈ ഉമ്മയും ഈ മകനും മകളുടേതാകുന്ന ശരീരത്തിന്റെ ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ. ആലോചിച്ച് നോക്കി എത്രയാണ് അവരുടെ മനസ്സിന്റെ കാഠിന്യം. ലോകം എവിടെ എത്തിപ്പോയി. മനുഷ്യൻ എന്തേ മാപ്പ് ചെയ്തു കൊടുക്കാൻ ഇത്രയേറെ പ്രശ്നം? സാഹചര്യം കൊണ്ട് മനുഷ്യൻ തെറ്റിലേക്ക് വീഴുന്നില്ലേ? ആരാണ് ഇവിടെ തെറ്റ് ചെയ്യാത്തവർ? തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പരിപൂർണമായി മാപ്പ് ചെയ്തു കൊടുക്കണം. അവരാണ് മുത്തഖി. മാത്രമല്ല വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖിയുടെ അടയാളം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്നവരാ. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്. രഹസ്യമായും പരസ്യമായും അറിയാതെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തു പോയവരാണ് അല്ലാഹ്. എത്രയെത്ര ചെറുപ്പക്കാരാണ് കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടതാകുന്ന ആളുകളായി മാറിയിട്ടുള്ളത്. ഔലിയാക്കളുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുമോ? അവരുടെ പൊരുത്തം നമുക്കുണ്ടാകുമോ? ചെറുപ്പക്കാരാ, അവരുടേതാകുന്ന മദതും ഹിഫ്ളും ഹിമായത്തും നമ്മുടെ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി അവർ അന്ത്യവിശ്രമം ചെയ്യുമ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം: അവർ ഉറങ്ങുകയാണ്. അവരുടെ ഹൃദയം നമ്മളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെന്നുന്ന സലാം പറയുന്നതും നമ്മൾ അടുത്ത് നിൽക്കുന്നതും നമ്മളുടെ വസ്ത്രവിധാനവും നമ്മളുടേതാകുന്ന ശരീരത്തിന്റെ ഘടനകളും എന്ന് വേണ്ട നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വച്ചിരിക്കുന്ന ചിന്തകൾ മുഴുവനും വ്യക്തമായി ചിത്രമുള്ളവരാണ് കിടക്കുന്നത്. അതുകൊണ്ട് മോശമായ നിലയിൽ നീ അവരുടെ അടുത്തേക്ക് കടന്നു വരരുതേ. മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പെങ്ങളെ കടന്നു വരണേ. മോശപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഹൃദയത്തിൽ ഒരു മോശപ്പെട്ട ചിന്തയും അവരെ കുറിച്ച് പാടില്ല. നിന്റെ ഹൃദയത്തിന്റെ കറകൾ മുഴുവനും കളഞ്ഞുകൊണ്ട് പരിപൂർണമായ ഈമാൻ നേടിയെടുക്കാനാണ് സിയാറത്തിന് വരുന്നത്. അവരെ അളക്കാനല്ല കേട്ടോ. അവരെ അളക്കാനുള്ള കോലൊന്നും നമ്മുടെ കൈവശമില്ല. അതൊന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. തെറ്റുകൾ ചെയ്തതായ ആളുകൾ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചതായ ആളുകൾ, കള്ളുകൊടിച്ച ആളുകൾ, വിചരിച്ച ആളുകൾ, സിനിമ കണ്ടവർ, സീരിയൽ ദർശിച്ചവർ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളെ കണ്ണുമഞ്ഞളിപ്പിച്ചവർ, തന്റെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയ സഹോദരിമാര് തന്റെ കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി രാത്രിയിൽ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഭർത്താവില്ലാത്ത സമയത്ത് പോലും തയ്യാറായ പെങ്ങളെ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിനെ, മറ്റൊരു ചെറുപ്പക്കാരനെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വലുത്താൻ മടിയില്ലാതെ കടന്നിരുന്ന പെങ്ങളെ, നീ ചെയ്ത തെറ്റുകൾ മുഴുവനും നാഥനാകുന്ന റബ്ബിലേക്ക് ഏറ്റുപറയുന്നവർ മുത്തഖിയാണ്, മുത്തഖിയാണ്. അല്ലാഹുവേ, തെറ്റുകൾ വന്നുപോയി അല്ലാ, കള്ള് കുടിച്ചു പോയി അല്ലാ, ലഹരി നുണഞ്ഞു പോയി അല്ലാ, സിനിമ കണ്ടുപോയി റബ്ബേ, സീരിയല് ദർശിച്ചു പോയി അല്ലാ, ഹറാമായ തലത്തിലേക്ക് എന്റെ കണ്ണ് കൊണ്ടുപോയി, എന്റെ കൈ കൊണ്ടുപോയി, എന്റെ കാല് കൊണ്ടുപോയി, എന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും നീ അല്ലാത്ത മറ്റൊന്നിലേക്ക് തിരിച്ചുപോയി അല്ലാ എന്ന് നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന പെങ്ങളുണ്ടോ? തൗബ ചെയ്യാൻ സന്നദ്ധ കാണിക്കുന്ന ചെറുപ്പക്കാരനുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ തൗബയെ കാത്തിരിക്കുകയാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഉൻ നഹാർ.
بالنهار ويبسط يده بالنهار ليتوب مسيء الليل. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, പകൽ തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യ, രാത്രിയിൽ നിന്നെ പാപം പൊറുക്കാൻ അല്ലാഹു സന്നദ്ധനാണ്. രാത്രിയുടെ യാമങ്ങളിൽ ആരോരും അറിയാതെ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മോശപ്പെട്ട സിനിമകൾ കണ്ടു തീർത്തവരെ, അന്യപെണ്ണിന്റെ ശരീരത്തിന്റെ ഈ കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കാണാൻ വേണ്ടി വെമ്പലോടുകൂടി ഒളിക്യാമറ വെച്ചുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളും അംഗലാവണ്യങ്ങളും ക്യാമറകൾ പകർത്തിയിട്ട് അതുകൊണ്ട് സായുജ്യമണിഞ്ഞ ചെറുപ്പക്കാരാ, തെറ്റുകൾ വ്യാപൃതരായ ചെറുപ്പക്കാരാ, അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്തിയവരെ, ഓൺലൈൻ വിദ്യാഭ്യാസം കന്നപ്പോൾ വാപ്പ വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോണിലൂടെ, ഉമ്മ വാങ്ങിച്ചു തന്ന ടാബിലൂടെ, കൊച്ചാപ്പയും എളാപ്പയും കൊണ്ടുവന്നു തന്നതാകുന്ന മൊബൈൽ ഫോണിലൂടെ അശ്ലീലമാക്കപ്പെട്ട ലോകത്തേക്ക് തന്റെ കാമുകനുമായി ചാറ്റിംഗ് ചെയ്യാൻ ഒരുമ്പെട്ടിറങ്ങിയ പെങ്ങളെ, തയ്യാറായ ചെറുപ്പക്കാരാ, തെറ്റുകൾ വ്യാപൃതരായ പതിനത്തിന്റെ നിറകുടങ്ങളാകുന്ന പെങ്ങളെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ. നീ പകൽ ചെയ്ത തെറ്റുകൾ മുഴുവനും പൊറുക്കാൻ രാത്രിയിൽ അല്ലാഹു സന്നദ്ധനായ പോലെ നീ രാത്രിയിൽ ചെയ്ത തെറ്റുകൾ മുഴുവനും പൊറുക്കാൻ അല്ലാഹു പകലും കാത്തിരിക്കുകയാണ്. അല്ലാഹുവിനോടൊന്ന് തൗബ ചെയ്യാൻ എന്തേ നിനക്ക് മടി? ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. ആ പടച്ച റബ്ബിലേക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. അല്ലാഹുവേ, മോശമായ രീതിയിൽ എൻ്റെ കണ്ണിനെ കൊണ്ടുപോയി, എൻ്റെ കൈകളെ കൊണ്ടുപോയി, എൻ്റെ കാലുകളെ കൊണ്ടുപോയി, എൻ്റെ അവയവങ്ങളെ കൊണ്ടുപോയി, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ മോശമായ തലത്തിലേക്ക് ചിന്തിച്ചു പോയി. എല്ലാം നിന്നിലേക്ക് ഏറ്റുപറയുന്നു നാഥാ, നീ എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാ, നീ എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാ എന്ന് നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരയുന്ന ആളുകൾ അവൻ മുത്തഖിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ لذنوبهم ومن يغفر الذنوب إلا الله. ആരാണ് ഇനി പാപം പൊറുക്കാനുള്ളത്? മനുഷ്യ, നീ ചെയ്തതാകുന്ന സർവ്വ നീചകൃത്യങ്ങളും നാഥനായ റബ്ബിലേക്ക് കണ്ണീരോടുകൂടി ഒന്ന് പറഞ്ഞു നോക്കണേ. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി പറഞ്ഞു നോക്കണേ. ചെയ്തുകൊണ്ടിരുന്ന തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഇലാഹാകുന്ന ജഗന്നിയന്താവിലേക്ക് ഒന്ന് കരഞ്ഞുകൊണ്ട് നീ എന്ന് കൈ ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ തൗബയെ സ്വീകരിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നമ തൗബതു അലല്ലാഹ്, ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. അറിയാതെ ചെയ്തു പോയ തെറ്റുകളുടെ മേലെ പെട്ടെന്ന് തന്നെ പടച്ച റബ്ബിലേക്ക് അല്ലാഹുവേ സംഭവിച്ചു പോയി എന്ന് ഉടനെ തന്നെ പടച്ച റബ്ബിലേക്ക് യാചിക്കുന്ന ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുന്നതുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ إذا حضر أحدهم الموت حتى إذا حضر أحدهم الموت قال إني تبت الآن قال إني تبت الآن.
പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. തെറ്റുകൾ വ്യാപൃതനായ മനുഷ്യനാണ്, കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവനാണ്, കാതുകൊണ്ട് വ്യഭിചരിക്കുന്നവനാണ്, കൈകൊണ്ട് വ്യഭിചരിച്ചവനാണ്, കാലുകൊണ്ട് വ്യഭിചരിച്ചവനാണ്, ഹൃദയം കൊണ്ട് വ്യഭിചരിച്ചവനാണ്, ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചവനാണ്, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവനാണ്, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനാണ്. ഔലിയാക്കളെ, അമ്പിയാക്കളെ, മഹാന്മാരെ, സച്ചരിതരെ, സമുദായത്തിന് പുറത്തുള്ളവരെ, ദീനിന്റെ അഹ്ലുകാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, മുത്തഅല്ലിമീങ്ങളെ എല്ലാവരെ കുറിച്ചും മോശത്തരം പറഞ്ഞുകൊണ്ട് നടന്നവനാണ്. ജീവിതം മുഴുവനും മോശമായ തരത്തിലേക്ക് ഹോമിച്ചവനാണ്. ഒരു കാര്യവും കേൾക്കാൻ അവൻ തയ്യാറല്ല. ഒരു മതപ്രസംഗത്തിന്റെ സദസ്സ് പോലും പരിപൂർണമായവൻ കാതൊന്നും കേട്ടുകൊടുത്തിട്ടില്ല. എന്ത് കേട്ടാലും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാണ്. മോശപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. അവന് തൗബ ചെയ്യാൻ വാളുകൾ കൊടുത്തവനാണ്. ഒരുപാട് ആലിമീങ്ങൾ മന്നനാടി മഖാം റൂസിൽ വന്നുകൊണ്ട് അടിക്കടി ഖുർആനിക വചനങ്ങൾ ഓതിക്കൊണ്ട്, അവൻ ആയത്തുകൾ ഓതിക്കൊണ്ട് ആത്മീയമാകുന്ന പരിവേഷം അവന് ലഭിക്കട്ടെ, അവൾക്ക് ലഭിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അവർ പരിപാടി വെച്ചുകൊണ്ട് ആ പ്രസംഗം മുഴുവനും അവർ ശ്രമിച്ചവനാണ്. പക്ഷേ ഖുർആനിനെ അവൻ തിരസ്കരിക്കുകയാണ്. അവന്റെ കാറ്റലോഗാകുന്ന, അവന്റെ വഴികാട്ടിയാകുന്ന, അവന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമായ ഖുർആനിനെ അവൻ വലിച്ചെറിയുകയാണ്. ഖുർആൻ കേൾക്കാൻ തയ്യാറാവുന്നില്ല, ഖുർആൻ പഠിക്കാൻ തയ്യാറാവുന്നില്ല, ഖുർആനിന്റെ വഴികളിലേക്ക് അവൻ കടക്കാൻ തയ്യാറാവുന്നില്ല. ആ ഖുർആൻ ഓതുന്ന മുത്തഅല്ലിമീങ്ങളെ അവൻ ഇഷ്ടമല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. ആ മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഉലമാക്കളെ അവൻ ചീത്ത വിളിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, കിട്ടുന്ന യൂട്യൂബ് ചാനലിലൂടെ മോശപ്പെട്ട രീതിയിൽ നാവുകളെ ചലിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ആളുകളെ താറടിക്കാൻ വേണ്ടി നിലകൊള്ളുകയാണ്. ഔലിയാക്കളെ കുറിച്ച് മോശത്തരം ഫേസ്ബുക്കിലൂടെ എഴുതിവിടാൻ, കമന്റ് രേഖപ്പെടുത്താൻ മടിയില്ലാതെ നിലകൊണ്ടവനാണ്. അമ്പിയാക്കളെ കുറിച്ച് പോലും മോശത്തരം പറഞ്ഞുകൊണ്ട് നടന്നവനാണ്. യുക്തിവാദത്തിന്റെ ചിന്ത ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊടുത്തവനാണ്. ജനങ്ങൾക്ക് ആത്മീയമാകുന്ന പരിവേഷം കൊടുക്കാൻ ഒരു ഭാഗത്ത് പണ്ഡിതന്മാർ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തിരസ്കാരത്തിന്റെ വഴിയിലേക്ക്, ജനങ്ങളെ നന്മയിൽ നിന്ന് തിരിച്ചുവിട്ടവനാണ്. അവസാനം അവന്റെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാം കൂട്ടാളികളും കടന്നു വരുകയാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവന്റെ ആത്മാവിനെ പിടിക്കാൻ മലായിക്കത്തുകളുമായി അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. ഖാബിദുൽ അർവാഹ് മലക അസ്റായീൽ അലൈഹിസ്സലാം കള്ളു കുടിച്ച, വ്യഭിചരിച്ച, സിനിമ കണ്ട, സീരിയൽ ദർശിച്ച, ഔലിയാക്കളെ ചീത്ത വിളിച്ച അവന്റെ ആത്മാവിനെ പിടിക്കാൻ അവന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, ഇന്നി തുബ്തുൽ ആൻ, ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ തൗബ ചെയ്യുന്ന റബ്ബേ, എന്റെ തെറ്റുകൾ പൊറുക്കണമല്ല. ഞാൻ വ്യഭിചരിച്ചു, ഞാൻ സിനിമ കണ്ടു, ഞാൻ സീരിയൽ ദർശിച്ചു, എന്റെ തൗബയൊന്ന് സ്വീകരിക്കണേ എന്ന് മരണാസന്ന വേളയിൽ വിളിച്ചു പറയുന്നവന്റെ തൗബ വലൈസതി തൗബ, ആ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. രണ്ട് സമയത്തിന് മുമ്പ് നിങ്ങളന്ന് തൗബ ചെയ്യണേ. ഒന്ന് സക്കറാത്തിന്റെ ഹാലാണ്, മറ്റൊന്ന് സൂര്യന് കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം സൂര്യന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന കാലഘട്ടം കടന്നു വരും. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, ലോകാവസാനം കടന്നു വരും. ഈ രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങളൊന്ന് തൗബ ചെയ്യണേ. ഈ രണ്ടവസ്ഥയിലുള്ള തൗബ അല്ലാഹു സ്വീകരിക്കില്ല സ്വഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ജീവിതം ഒന്ന് ചിട്ടവെക്കണം.
നമ്മുടെ നമസ്കാരം ഒന്ന് കറക്റ്റ് ആകണം, നമ്മുടെ നോമ്പുകളൊന്ന് കറക്റ്റ് ആക്കണം, ഔലിയാക്കളെ നല്ലതുപോലെ സ്നേഹിക്കണം, അവർ നടന്ന വഴിയിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനാണ് ഇത്തരത്തിലുള്ള മഹനീയമായ ഉറൂസ്. ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോഴും ചിന്തയുണ്ടാവണം, എനിക്ക് ഇതുപോലെയൊന്നാകണം. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതിനുവേണ്ടി പറഞ്ഞതാകുന്ന ഈമാന തഖ്വയും ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഇത് കൃത്യമായി ജീവിതത്തിൽ അടയാളപ്പെടുത്തി പോകണം. അങ്ങനെ അടയാളപ്പെടുത്തിയ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ഇഹലോകത്തും പരലോകത്തും സന്തോഷമുള്ള ജീവിതമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വിലായത്ത് ലഭിച്ചാൽ ഈമാനും തഖ്വയും അനുസരിച്ച് ജീവിച്ചാൽ, ഈമാനും തഖ്വ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാകുന്ന ഘടകങ്ങൾ മുഴുവനും മേടിച്ചുകൊണ്ട് മുഅ്മിൻ ആരാൻ ആയത്തോതി പറഞ്ഞു, മുത്തഖി ആരാൻ ആയത്തുകൾ ഓതി എണ്ണി പറഞ്ഞു. ഈ ഈമാനും തഖ്വയും ആർജിച്ചെടുക്കുന്ന ഗുണഗണങ്ങൾ മുഴുവനും മേളിച്ചതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിലായത്തുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അവന് ദുഃഖമില്ല, അവൻ ആശങ്കയില്ല, അവന് ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷവാനാണ്, സുന്ദരമായ ജീവിതം നയിക്കുന്നവനാണ്. വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ഒന്ന് കസേരയിൽ ഒന്ന് എഴുന്നേറ്റ് അടുത്ത് വരും. എല്ലാവരും വരും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും ഇശാഇന് ശേഷവും നടക്കുന്ന ആത്മീയമായ മജ്‌ലിസാണ് റൂഹെ ബയാൻ മജ്‌ലിസ്. അൽഹംദുലില്ലാഹ് 10,000-കണക്കിന് ആളുകൾ ദിനേന നമ്മുടെ കർണാടകയിലുള്ളവരും കേരളത്തിലുള്ള ആളുകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഒരൽപ്പം കൂടി അടുത്തേക്ക് എല്ലാവരും വരും. അതിൽ ലാ ഹൗല എല്ലാ ദിവസവും രാത്രിയിൽ ചൊല്ലിയിട്ടാണ് പിരിയാറുള്ളത്. സുബഹിക്ക് ശേഷവും 100 പ്രാവശ്യം ചൊല്ലും, രാത്രിയിൽ 33 പ്രാവശ്യം ചൊല്ലും. ഇൻഷാ അല്ലാഹ് ലാ ഹൗല ചൊല്ലിയിട്ട് വേഗം ഒരു ചെറിയ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. 33 പ്രാവശ്യം ലാ ഹൗല. ഇൻഷാ അല്ലാഹ് പറ്റൂലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദുഃഖങ്ങളും മാറാൻ, എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ, സാമ്പത്തികമാകുള്ള ഭദ്രത കൈവരാൻ, ഐശ്വര്യം നമുക്ക് ലഭിക്കാൻ ഏറ്റവും ഉപയുക്തമാണ് ലാ ഹൗല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ റൂഹെ ബയാൻ വീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈവിൽ നിലകൊള്ളുന്നവരുണ്ട്. അല്ലാഹു അവർക്കും ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്കും ഈ നാട്ടിലുള്ളതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഓദിക്കോ. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. وإلى حضرة شيخنا وملاذنا وملجئنا وأستاذنا تلوى محمد كن مولوي نور الله مرقده. خاصة الفاتحة. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. وإلى حضرة من نحن عند حضرته من السيد العظيم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദ്, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സൈനുല്ലാബിദീൻ ജിഫ്രി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഉമ്മയുടെ ഉപ്പയാണ്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുന്നാണ് നമുക്ക് ലാ ഹൗല എന്ന ഈ മഹനീയമായ ദിക്ർ ഇജാസത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഓതാൻ ഇജാസത്ത് നൽകുമ്പോൾ എല്ലാവർക്കും 2 ഫാത്തിഹ ഓതാൻ ഇജാസത്ത് നൽകും. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും മറ്റൊന്ന് മർഹൂം ശൈഖുന തഴവ ഉസ്താദിന്റെ പേരും. അവർക്ക് 2 പേർക്കും ഓരോ ഫാത്തിഹ ഓതിയതിന് ശേഷം വേണം ബിസ്മി ചേർത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അങ്ങനെയാണ് നമ്മുടെ ദിക്റിന്റെ പൂർത്തീകരണം. എല്ലാത്തിലും ബിസ്മി വേണം. വലിയ ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്, ഇത് ചൊല്ലിയിട്ട് എത്ര ആളുകളാണ് അൽഹംദുലില്ലാഹ് സന്തോഷം പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവന്നവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ കർണാടകയിലുള്ള എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരങ്ങൾ സന്തോഷം പറഞ്ഞിട്ടുള്ളത്. ഇത് ചൊല്ലി പരിശീലിക്കണം, അപ്പോഴേ അതിന്റെ ഗുണം അറിയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഈ ദിക്ർ പരിപൂർണമായി ചൊല്ലി പരിശീലിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവറുകൾ മലബാറിലേക്ക് വഅദിന് വരുന്ന സന്ദർഭത്തിൽ കൊല്ലത്തുള്ള കരുനാഗപ്പള്ളിയിലെ തഴവ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ വസിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എഴുതുന്ന കത്തിന്റെ ഉള്ളടക്കമാണ്. കത്തെഴുതുമല്ലോ, കത്തെഴുതിയിട്ട് ആ കത്തിന്റെ ഉള്ളടക്കമാണ്. ഭാര്യയോട് പറയാണ് എന്ത്? ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ഒരിക്കലും ചിട്ട തെറ്റാതെ പരിപൂർണമായത് ചൊല്ലിക്കോ, നിനക്ക് ജീവിതത്തിൽ ഖൈറുണ്ടാവും. ഇതാര് പഠിപ്പിച്ചതാണ്? ഹബീബായ റസൂലുള്ളാഹി. നബിതങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്. ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായ സ്വഹാബിയുണ്ട്, ചരിത്രത്തിൽ കാണാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു കുടുംബം ഒറ്റ രാത്രി കൊണ്ട് മദീന കണ്ട ഏറ്റവും വലിയ പാവപ്പെട്ടവരായിരുന്നു. ഒറ്റ രാത്രി നബിതങ്ങൾ കൊടുത്ത ദിക്ർ മുറുകെ പിടിച്ചിരുന്ന ചൊല്ലി. ഏത്? ലാ ഹൗല. നേരം വെളുത്തപ്പോൾ മദീന കണ്ട ഏറ്റവും വലിയ ധനികരെ. വലിയ വലിയ ചരിത്രമാണ്. ഞാൻ ഇപ്പം അതിലേക്ക് പോകുന്നില്ല. ലാ ഹൗലയെ കുറിച്ച് പറഞ്ഞ ചരിത്രം യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അത് കുറെ കേൾക്കിൻ, അപ്പോഴേ കാര്യങ്ങൾ പഠിക്കും. നമ്മളിവിടെ 2-2.5 മണിക്കൂർ സംസാരിച്ചു. വേറെ ഒന്നുമില്ല, ഫനായും ഫസാദും ഒന്നുമില്ല. ഖുർആനും ഹദീസും ഓതിയിട്ടാണ് എന്താണ് വലിയ. ആ വലിയന്റെ നിർവചനം ഈമാനെ തഖ്വയുള്ളവനുമാണ്. എന്താണ് ഈമാനുള്ളവൻ? ആയത്ത് വിശദീകരിച്ച് പറഞ്ഞു. എന്താണ് തഖ്വ? അതിന്റെ ആയത്ത് വിശദീകരിച്ചിട്ടാണ്. അതിനുപോലപരകമായ ചരിത്രം മാത്രമാണ് പറഞ്ഞത്. വേറൊന്നുമില്ല, വഅലുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വഅലുകൾ നമ്മൾ ധാരാളം കേൾക്കണം, അറിവ് നമ്മൾ നുകരണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നമ്മളും രക്ഷപ്പെടും, അടുത്ത തലമുറയും അടുത്ത ജനറേഷനും രക്ഷപ്പെടും. അല്ലാഹു നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഹൗല നല്ലതുപോലെ മുറുകെ പിടിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും സുബൈക്ക് ശേഷം 5:30 മണിക്ക് മജ്ലിസ് ഉണ്ട്, റൂഹെ ബയാൻ. യൂട്യൂബ് ലൈവ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. കുമ്മനം ഉസ്താദ് ലൈവ് എന്നോ അല്ലെങ്കിൽ റൂഹെ ബയാൻ ലൈവ് എന്നോ നോക്കിയാൽ മതി. എല്ലാ ദിവസവും ഉണ്ട് സുബൈക്ക് ശേഷം. കഴിയുന്ന എല്ലാ സഹോദര സഹോദരിമാരും അതിൽ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഈ ദിക്ർ ലാസ്റ്റ് ചൊല്ലിക്കുന്നുണ്ട്. ഇത് മസ്റ്റാണ്. ഇത് ചൊല്ലിയാൽ വലിയ വിജയമാണ്. ഒരുപാട് ആളുകൾ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതിലെ നിബന്ധന ഇത് മാത്രമേ ഉള്ളൂ, ഒറ്റ ദിവസം മുടങ്ങാൻ പാടില്ല. അത് നിബന്ധനയാണ്. ഒരൊറ്റ ദിവസം മുടങ്ങാതെ നിങ്ങളിത് മുറുകെ പിടിച്ചോ, സാമ്പത്തികമാകുന്ന ഭദ്രത കയ്യിൽ വരും. ഒരാളോട് 5 പൈസ നിങ്ങൾ ചോദിക്കേണ്ടി വരൂല. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ.
എല്ലാവരും ഭയക്കുന്ന രോഗമാണേത്? ദാരിദ്ര്യം. അത് ഉണ്ടാവുകയേ ഇല്ല. ഒരിക്കലും വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. മക്കളെ കൊണ്ടോ നമ്മുടെ ഭാര്യ കുടുംബാദികളെ കൊണ്ടോ ഒക്കെ ഇത് ചൊല്ലിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോ. 33. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم.